ഓം ശാന്തി 24/8/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾക്ക് സംഗമയുഗത്തിൽ ഏതെല്ലാം സ്മൃതികളാണോ നൽകിയിട്ടുള്ളത് അവയെ സ്മരിക്കുകയാണെങ്കിൽ സദാ സന്തോഷത്തോടെ ഇരിക്കാം. ചോദ്യം: സദാ ഭാരരഹിതമായിരിക്കാനുള്ള യുക്തി എന്താണ്? ഏതൊരു സാധന സ്വീകരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും? ഉത്തരം: സദാ ഭാരരഹിതമായിരിക്കുന്നതിനു വേണ്ടി ഈ ജന്മത്തിൽ എന്തെല്ലാം പാപങ്ങളാണോ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം അവിനാശി സർജന്റെ മുന്നിൽ വയ്ക്കൂ. ബാക്കി ശിരസിലുള്ള ജന്മജന്മാന്തരങ്ങളിലെ പാപഭാരം ഇല്ലാതാക്കുന്നതിനായി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കൂ. ഓർമ്മയിലൂടെയാണ് പാപം നശിക്കുന്നത്. പാപം നശിക്കുമ്പോൾ സന്തോഷമുണ്ടാകും. ബാബയുടെ ഓർമ്മയിലൂടെ ആത്മാവ് സതോ പ്രധാനമായി തീരും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരുന്നു. നിങ്ങൾക്ക് സ്മൃതി ഉണർന്നു കഴിഞ്ഞു. നമ്മൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലായിരുന്നു. നമ്മൾ രാജ്യം ഭരിച്ചിരുന്നു. വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. ആ സമയത്ത് മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെയാണ് സത്യുഗം മുതൽ ജന്മങ്ങളെടുത്ത് ഇപ്പോൾ 84 ജന്മം പൂർത്തിയാക്കിയത്. മുഴുവൻ വൃക്ഷത്തിന്റെയും സ്മൃതി വന്നുകഴിഞ്ഞു. നമ്മൾ ദേവതകളായിരുന്നു. പിന്നീട് രാവണ രാജ്യത്തിലേക്ക് വന്നതിനു ശേഷം ദേവീ ദേവതകൾ എന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാതായി. അതുകൊണ്ട് മറ്റൊരു ധർമ്മത്തിലേതാണെന്ന് മനസ്സിലാക്കി. മറ്റൊരു ധർമ്മത്തിന്റെയും പേരിന് മാറ്റം വരുന്നില്ല. ക്രിസ്തുവിന്റെ ക്രിസ്ത്യൻ ധർമ്മം, ബുദ്ധന്റെ ബുദ്ധധർമ്മം ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബുദ്ധൻ ഏത് സമയത്താണ് വന്ന് ധർമ്മം സ്ഥാപിച്ചത് എന്നതിനെക്കുറിച്ച് എല്ലാവരുടെയും ബുദ്ധിയിലുണ്ട്. ഹിന്ദുക്കൾക്ക് അവനവന്റെ ധർമ്മത്തെക്കുറിച്ച് അറിയില്ല. നമ്മുടെ ഹിന്ദു ധർമ്മം എപ്പോൾ മുതൽ ആരംഭിച്ചു, ആര് സ്ഥാപിച്ചു, ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. മുഴുവൻ സൃഷ്ടിചക്രത്തിന്റെയും ജ്ഞാനം നിങ്ങൾ കുട്ടികളിലുണ്ട്. ഇതിനെയാണ് ജ്ഞാനവിജ്ഞാനം എന്ന് പറയുന്നത്. മറ്റ് മനുഷ്യർ വിജ്ഞാന ഭവനം എന്ന പേര് നൽകിയിട്ടുണ്ട്. പക്ഷെ ബാബ അതിന്റെ അർത്ഥം മനസ്സിലാക്കി തരുന്നു. ജ്ഞാനവും യോഗവും രചയിതാവിന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം നമുക്കും അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ നാസ്തികരായിരുന്നു. സത്യുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ നിങ്ങളെ ടീച്ചർ പഠിപ്പിക്കുന്നു. പഠിപ്പിച്ച് നിങ്ങൾക്ക് രാജ്യഭാഗ്യം ലഭിക്കുന്നു. കാരണം നിങ്ങൾക്ക് വസിക്കുന്നതിനായി പുതിയ സൃഷ്ടി ആവശ്യമാണ്. ഈ പഴയ സൃഷ്ടിയിൽ പവിത്രമായ ദേവതകളുടെ കാലുകൾ ഒരിക്കലും പതിയില്ല. ബാബ വന്ന് നിങ്ങൾക്ക് വേണ്ടി പഴയ ലോകത്തെ നശിപ്പിച്ച് പുതിയ ലോകം സ്ഥാപിക്കുന്നു. നമുക്ക് വേണ്ടി തീർച്ചയായും വിനാശം സംഭവിക്കും. കൽപ്പകൽപ്പാന്തരം നമ്മൾ ഈ പാർട്ട് അഭിനയിക്കുന്നു. ബാബ ചോദിക്കുന്നു, ഇതിനു മുൻപ് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പറയുന്നു ബാബ, ഓരോ കൽപ്പവും കാണുന്നു. അങ്ങിൽ നിന്നും രാജ്യഭാഗ്യം നേടുന്നു. കൽപ്പം മുൻപും പരിധിയില്ലാത്ത സുഖത്തിന്റെ രാജ്യഭാഗ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ സ്മൃതിയിലേക്ക് വന്നത് അതിനെല്ലാം സ്മരിച്ചുകൊണ്ടിരിക്കണം. ഇതിനെയാണ് ബാബ സ്വദർശന ചക്രം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം സതോപ്രധാനമായിരുന്നു. ഓരോ ആത്മാക്കൾക്കും അവരവരുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യവും നിങ്ങളുടെ സ്മൃതിയിലേക്ക് വന്നുകഴിഞ്ഞു. നമ്മൾ ആത്മാക്കൾ ചെറിയതും അവിനാശിയുമാണ്. അതിലെ പാർട്ടും അവിനാശിയാണ്.
ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ആണ്. ഇതിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ കൂട്ടിച്ചേർക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കില്ല. ആർക്കും തന്നെ മോക്ഷം ലഭിക്കുന്നില്ല. ചിലർ മുക്തിക്ക് വേണ്ടി യാചിക്കുന്നു. മുക്തി വേറെയാണ്, മോക്ഷം വേറെയാണ്. ഇതും സ്മൃതിയിൽ വെക്കണം. സ്മൃതിയിലുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും സ്മൃതി ഉണർത്തിക്കൊടുക്കാൻ സാധിക്കൂ. നിങ്ങളുടെ ജോലി തന്നെ ഇതാണ്. ബാബ എന്തെല്ലാമാണോ സ്മൃതി ഉണർത്തി തന്നത് അത് മറ്റുള്ളവർക്കും സ്മൃതി ഉണർത്തിക്കൊടുക്കുകയാണെങ്കിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കും. ഉയർന്ന പദവി നേടുന്നതിനു വേണ്ടി വളരെയധികം പ്രയത്നിക്കണം. മുഖ്യമായും പ്രയത്നം വേണ്ടത് യോഗത്തിലാണ്. ഇതാണ് ഓർമ്മയുടെ യാത്ര. ഇത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായി തീരാനുള്ള പഠിപ്പാണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ വീണ്ടും പുതിയ ലോകത്തിലേക്ക് പോകും. അതിന്റെ പേര് തന്നെ അമരലോകം എന്നാണ്. ഇത് മൃത്യു ലോകമാണ്. ഇവിടെ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്നു. അവിടെ മൃത്യുവിന്റെ പേരോ അടയാളമോ ഇല്ല. കാരണം ആത്മാവിനെ വാസ്തവത്തിൽ കാലന് വിഴുങ്ങാൻ സാധിക്കില്ല. വിഴുങ്ങാനായി ആത്മാവ് മധുരമായ ഒരു സാധനമല്ലല്ലോ. ഡ്രാമയനുസരിച്ച് സമയമാകുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്നു. ആർക്ക് എന്ത് സമയത്താണോ പോവേണ്ടത് അവർ ആ സമയത്ത് പോകുന്നു. അല്ലാതെ കാലൻ ആരെയും വന്ന് പിടിക്കുന്നില്ല. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. കാലൻ വന്ന് കൊണ്ടുപോകുന്നു എന്നെല്ലാം പറയുന്നത് കെട്ടുകഥകൾ മാത്രമാണ്. അത് അമരലോകമാണ്. അവിടെ ശരീരം നിരോഗി ആയിരിക്കും. സത്യുഗത്തിൽ ഭാരതവാസികൾക്ക് ഉയർന്ന ആയുസ് ഉണ്ടായിരുന്നു. യോഗികളായിരുന്നു. യോഗികളുടെയും ഭോഗികളുടെയും വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ആയുസ് ഇപ്പോൾ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു. എത്രത്തോളം നിങ്ങൾ യോഗത്തിലിരിക്കുന്നുവോ അത്രത്തോളം പാപവും ഭസ്മമാകുന്നു. പദവിയും ഉയർന്നത് ലഭിക്കുന്നു. ആയുസ്സും ഉയർന്നതാവുന്നു. എങ്ങനെയാണോ രാജാ റാണിമാർ ആയുസ് പൂർത്തിയാക്കി ശരീരം ഉപേക്ഷിക്കുന്നത്, പ്രജകളും അതുപോലെ തന്നെയാണ്. പക്ഷെ പദവിക്ക് വ്യത്യാസമുണ്ടാകുന്നു. ഇപ്പോൾ ബാബ നിങ്ങളോട് പറയുന്നു, അല്ലയോ സ്വദർശന ചക്രധാരി കുട്ടികളെ, ഈ അലങ്കാരങ്ങളെല്ലാം നിങ്ങളുടേതാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും കമലപുഷ്പ സമാനം ജീവിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തന്നെ ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല. ഈ ജന്മത്തിൽ നമ്മൾ എത്ര പാപം ചെയ്തു എന്നുള്ളതും സ്മൃതിയിൽ ഉണ്ടാവും. അതുകൊണ്ട് ബാബ പറയുന്നു, ഇതെല്ലാം അവിനാശി സർജന്റെ മുന്നിൽ വയ്ക്കൂ. അപ്പോൾ ഭാരരഹിതമായി തീരും. ബാക്കി ശിരസിലുള്ള ജന്മജന്മാന്തരങ്ങളിലെ പാപഭാരം ഇല്ലാതാകുന്നതിന് വേണ്ടി യോഗത്തിലിരിക്കണം. യോഗത്തിലൂടെ തന്നെയാണ് പാപം നശിക്കുന്നതും സന്തോഷത്തിലിരിക്കുന്നതും. ബാബയുടെ ഓർമ്മയിലൂടെ സതോ പ്രധാനമായി തീരുന്നു. ഓർമ്മയിലൂടെ നമുക്ക് ഇത്രയും ഉയർച്ചയുണ്ടാകുന്നു എന്ന് അറിയാമെങ്കിൽ പിന്നെ ആര് ഓർമ്മിക്കാതിരിക്കും? പക്ഷെ ഇത് യുദ്ധമൈതാനമാണ്. ഉയർന്ന പദവിക്കായി പ്രയത്നിക്കേണ്ടതായി ഉണ്ട്. ഇതും കുട്ടികൾക്ക് സ്മൃതിയിലേക്ക് വന്നു കഴിഞ്ഞു. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും നമ്മൾ ഉയർന്നതിലും ഉയർന്ന സമ്പത്താണ് നേടുന്നത്. കൽപ്പകൽപ്പം നേടുന്നു. നിങ്ങളുടെ അടുത്തേക്ക് ധാരാളം പേർ വരുന്നു. വന്ന് മന്മനാഭവ എന്ന മഹാമന്ത്രം മനസ്സിലാക്കുന്നു. മന്മനാഭവയുടെ അർത്ഥം തന്നെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്നതാണ്. മഹാൻ ആത്മാവായി തീരുന്നതിനുള്ള മഹാമന്ത്രമാണിത്.
സന്യാസിമാരെ ഒരിക്കലും മഹാത്മാക്കൾ എന്ന് പറയുകയില്ല. വാസ്തവത്തിൽ ശ്രീകൃഷ്ണനാണ് മഹാത്മാവ് എന്ന് പറയപ്പെടുന്നത്. കാരണം പവിത്രമാണ്. ദേവതകൾ സദാ പവിത്രമായിരിക്കുന്നു. ദേവതകളുടേത് പ്രവൃത്തി മാർഗമാണ്, സന്യാസിമാരുടേത് നിവൃത്തി മാർഗമാണ്. സ്ത്രീകൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കലിയുഗത്തിൽ എല്ലാം തന്നെ മോശമായി കഴിഞ്ഞു. സ്ത്രീകളെയും സന്യാസിമാരാക്കുന്നു. എന്നാൽ അവരുടെ പവിത്രതയിലാണ് ഭാരതം ഇപ്പോഴും നിലനിൽക്കുന്നത്. എങ്ങനെയാണോ പഴയ കെട്ടിടത്തെ മോടി പിടിപ്പിക്കുമ്പോൾ അത് പുതിയതായി തീരുന്നത്, ഈ സന്യാസിമാരും ഇതുപോലെ ഭാരതത്തെ കുറച്ച് രക്ഷിക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നു അവരുടെ ധർമ്മം തന്നെ വേറെയാണ്. പവിത്രമാകുന്നവരുണ്ട്. ഭാരതഖണ്ഡത്തിലാണ് ഇത്രയും ദേവീ ദേവതകളുടെ ക്ഷേത്രങ്ങളും ഭക്തിയും ഉള്ളത്. ഇതും ഒരു കളിയാണ്. ഇതിന്റെ രഹസ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഭക്തിമാർഗത്തിൽ ഇതെല്ലാം ആവശ്യമാണ്. ഒരേ ഒരു ശിവന് തന്നെ എത്ര പേരാണ് വെച്ചിട്ടുള്ളത്. ഓരോ പേരിലും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇതിലൂടെയെല്ലാം തന്നെ വെറും പകുതി കൽപ്പത്തെ സുഖം ലഭിക്കുന്നു. വളരെയധികം പൈസ ചിലവാക്കിയിട്ടും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പോകുന്നുമുണ്ട്. സത്യയുഗത്തിൽ ക്ഷേത്രത്തിന്റെ ആവശ്യമില്ല എന്നതും ഇപ്പോൾ സ്മൃതിയിലേക്ക് വന്നു കഴിഞ്ഞു. പകുതി കൽപ്പം ഭക്തിയുണ്ടാകുന്നു. പിന്നീടുള്ള പകുതി കൽപ്പത്തിൽ ഭക്തിയുടെ പേര് തന്നെ ഉണ്ടാകില്ല. വിവിധ ധർമ്മങ്ങളടങ്ങുന്ന കൽപ്പവൃക്ഷത്തിന്റെ സ്മൃതിയും ബാബ നൽകുന്നു. കേവലം കലിയുഗത്തിന്റെ ആയുസ് തന്നെ 40,000 വർഷങ്ങളാണെങ്കിൽ പിന്നെ ക്രിസ്തു ധർമ്മത്തിന്റെ ആയുസ്സും വളരെ അധികമാകും. ബാബ മനസ്സിലാക്കി തരുന്നു, ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവർക്കും പരിധിയുണ്ട്. ക്രിസ്തു വന്നു, ഇത്ര സമയമായി. മറ്റുള്ള ധർമ്മസ്ഥാപകർ അവരവരുടെ സമയത്ത് വന്ന് ധർമ്മം സ്ഥാപിച്ചു. പക്ഷെ ഇവരെല്ലാം എപ്പോഴാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല. കൽപ്പത്തിന്റെ ആയുസ്സിനെ തന്നെ ദീർഘിച്ചു വെച്ചു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വിനാശത്തിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടേത് സയൻസാണ്, നിങ്ങളുടേത് സൈലൻസും. നിങ്ങൾ എത്രത്തോളം സൈലൻസിൽ ഇരിക്കുന്നുവോ അത്രത്തോളം അവർ വിനാശത്തിന് വേണ്ടി നല്ല നല്ല വസ്തുക്കൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കൂടുന്തോറും സൂക്ഷ്മ രീതിയിലുള്ള വസ്തുക്കളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാബ നമുക്ക് വേണ്ടി പുതിയ ലോകം സ്ഥാപിക്കുവാൻ വന്നിരിക്കുകയാണ് എന്ന സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. നമുക്കിപ്പോൾ ഈ പഴയ ലോകത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ബാബയുടെ അത്ഭുതമാണ്. ബാബ അങ്ങയുടെ സ്വർഗസ്ഥാപന തന്നെ ഒരത്ഭുതമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും സ്മൃതിയിൽ വന്നു കഴിഞ്ഞു. മറ്റുള്ള മനുഷ്യർ രചയിതാവിനെക്കുറിച്ചും രചനയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ചും അറിയുന്നില്ല. എന്നാൽ നിങ്ങൾക്കറിയാം. നിങ്ങളിപ്പോൾ പ്രകാശത്തിലാണ്. മനുഷ്യരാണെങ്കിൽ ഘോര അന്ധകാരത്തിലാണ്. എത്ര വ്യത്യാസമാണ് ഉള്ളത്. ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി അജ്ഞാന അന്ധകാരം വിനാശമായി. ഭക്തർക്ക് ജ്ഞാനത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞു. ഭക്തി എപ്പോഴാണ് ആരംഭിക്കുന്നത്, എപ്പോഴാണ് പൂർത്തിയാവുന്നത് എന്നീ മുഴുവൻ ജ്ഞാനവും സ്മൃതിയിലേക്ക് വന്നു കഴിഞ്ഞു. ബാബ എപ്പോൾ ജ്ഞാനം നൽകുന്നു അതപ്പോൾ പൂർത്തിയാവുന്നു. സർവകാര്യങ്ങളും സ്മൃതിയിൽ ഉണ്ട്. നമ്പർ വൈസായാണ് സ്മൃതിയിൽ ഇരിക്കുന്നത്. ചിലർക്ക് നല്ല രീതിയിൽ ഓർമ്മയിലുണ്ട്, ചിലർക്ക് കുറവാണ്. ആരാണോ വളരെയധികം സ്മൃതിയിൽ ഇരിക്കുന്നത് അവർക്ക് ഉയർന്ന പദവി ലഭിക്കും.
സ്മൃതിയിലുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കൂ. അത്ഭുതകരമായ സ്മൃതിയല്ലേ? മുൻപ് നിങ്ങളുടെ ബുദ്ധിയിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഭക്തി, ജപം, തപം, തീർത്ഥയാത്ര. എവിടെ പോയാലും ശിരസ് നമിക്കുക. മുഴുവൻ ജീവിതവും വ്യർത്ഥമായി. ഭക്തിയുടെ സ്മൃതിയിലും ജ്ഞാനത്തിലും തമ്മിൽ എത്ര വ്യത്യാസമാണ് ഉള്ളത്? നിങ്ങളിപ്പോൾ ഭക്തിയെക്കുറിച്ച് അറിയുന്നു. കാരണം ആരംഭത്തിൽ തന്നെ ഭക്തി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ശിവന്റെ ഭക്തിയാണ് ചെയ്തത്. മറ്റാരുടെയും തന്നെ സ്മൃതിയിൽ ഈ കാര്യങ്ങളില്ല. നിങ്ങൾക്ക് രചനയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെയും ഭക്തിയുടെയും സ്മൃതിയുണ്ട്. പകുതി കൽപ്പത്തോളമായി ഭക്തി ചെയ്ത് താഴേക്ക് വീണു. ഇപ്പോൾ ദുഃഖത്തിന്റെ പർവ്വതം വീഴാൻ പോകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്യണം. ഇത് വീഴുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ഓർമ്മയുടെ യാത്രയിലൂടെ വികർമ്മം നശിപ്പിക്കണം. എല്ലാവർക്കും നിങ്ങൾ ഇത് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ അടുത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. നിങ്ങൾ തന്റെ സഹോദരീ സഹോദരന്മാർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പ്രയത്നിക്കുന്നു. ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചുമുള്ള സ്മൃതി ഉണർന്നു കഴിഞ്ഞു. അതായത് നിങ്ങൾ മുഴുവൻ ഡ്രാമയെയും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ആര് എത്ര നല്ല രീതിയിലാണോ മനസ്സിലാക്കുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുന്നു. നിങ്ങൾ കുട്ടികൾ തന്നെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു മഹിമയുണ്ട്. മകനിലൂടെ അച്ഛന്റെ പ്രത്യക്ഷത. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. കുട്ടികൾ പിന്നീട് തന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ആത്മാക്കൾക്കാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഭക്തിയിൽ നിന്ന് ഈ ജ്ഞാനം തികച്ചും വേറിട്ടതാണ്. ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഭഗവാൻ വന്ന് എല്ലാ ഭക്തർക്കും ഫലം നൽകുന്നു. കൽപ്പകൽപ്പത്തിലെ ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങളിലുണ്ട്. സത്യയുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടാവില്ല. നിങ്ങൾ പതീതമായതിനാൽ പാവനമാകുന്നതിന് വേണ്ടി ബാബ നിങ്ങളുടെ മേൽ എത്രയാണ് പ്രയത്നിക്കുന്നത്. അതുകൊണ്ടാണ് സമർപ്പണമാകണം, ബലിയർപ്പണമാകണം എന്നെല്ലാം മഹിമയുള്ളത്. ആരുടെ മേൽ സമർപ്പണമായി തീരണം? ബാബയുടെ മേൽ. പിന്നീട് ബാബ ഉദാഹരണം പറഞ്ഞു തരുന്നു. ബ്രഹ്മബാബ എങ്ങനെ സമർപ്പണമായോ അതുപോലെ ബ്രഹ്മബാബയാകുന്ന മാതൃകയെ അനുകരിക്കൂ. ഇവർ തന്നെയാണ് പിന്നീട് ലക്ഷ്മി നാരായണനായി തീരുന്നത്. ഇത്രയ്ക്കും ഉയർന്ന പദവി നേടണമെങ്കിൽ ഇതുപോലെ സമർപ്പണമായി തീരണം എന്നാണ് അർത്ഥം. ധനവാന്മാർക്കൊരിക്കലും സമർപ്പണമാവാൻ സാധിക്കില്ല. ഇവിടെ സർവ്വതും സ്വാഹ ചെയ്യേണ്ടി വരും. ധനവാന്മാർക്ക് അവരുടെ ധനത്തെക്കുറിച്ചുള്ള സ്മൃതിയുണ്ടാകും. ഇങ്ങനെ പറയാറുണ്ട്, അന്തിമ സമയത്ത് ആര് പത്നിയെ സ്മരിച്ചുവോ? ഇത്രയും പൈസയെല്ലാം എന്ത് ചെയ്യാനാണ്? ആർക്കും ലഭിക്കുകയില്ല. കാരണം സർവ്വതും നശിക്കാനുള്ളതാണ്. ബാബയും അത് നേടിയിട്ട് എന്തു ചെയ്യാനാണ്? ശരീരസഹിതം സർവ്വതും നശിക്കണം. താങ്കളും മരിച്ചു, താങ്കളോടൊപ്പം ഈ ലോകവും മരിച്ചു. ഈ ധനമൊന്നും തന്നെ അവശേഷിക്കുകയില്ല. ബാക്കി ഗരുഡ പുരാണത്തിലെല്ലാം പേടിപ്പിക്കുന്നതിന് വേണ്ടി ഭയാനകമായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ബാബ പറയുന്നു, ഈ ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. പകുതി കൽപ്പം ഭക്തി മാർഗമാണ് ഉണ്ടാകുന്നത്. എപ്പോൾ മുതൽക്കാണോ രാവണ രാജ്യം ആരംഭിക്കുന്നത് അപ്പോൾ ഭക്തി ആരംഭിക്കുന്നു. രാവണനെ എപ്പോൾ മുതലാണ് കത്തിക്കാൻ ആരംഭിച്ചതെന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. അപ്പോൾ ഇത് പരമ്പരാഗതമായി തുടരുന്നതാണ് എന്നാണ് പറയുക. പരമ്പരാഗതമായൊന്നും രാവണൻ ഉണ്ടാകുന്നില്ല.
അറിയാത്തതുകൊണ്ടാണ് പരമ്പരാഗതമായി എന്ന ശബ്ദം ഉപയോഗിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ സ്മൃതി ഉണർന്നു. എപ്പോൾ മുതൽ രാവണരാജ്യം ആരംഭിച്ചുവെന്നും രചയിതാവിനെക്കുറിച്ചും രചനയുടെ രഹസ്യത്തെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാപം നശിക്കും. പരസ്പരം മറ്റുള്ളവർക്കും ഈ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കൂ. പരസ്പരം നടക്കാനിറങ്ങുമ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കൂ. നിങ്ങൾ കൂട്ടത്തോടെ ഈ ഓർമ്മയുടെ അവസ്ഥയിൽ കറങ്ങുകയാണെങ്കിൽ നിങ്ങളിലൂടെ ശാന്തിയുടെ പ്രഭാവം വളരെ നല്ല രീതിയിൽ ഉണ്ടാകും. പള്ളിയിലെ പുരോഹിതന്മാർ വളരെ ശാന്തിയോടെ ക്രിസ്തുവിന്റെ ഓർമ്മയിൽ നടക്കാൻ ഇറങ്ങുന്നു. ആരെയും നോക്കുന്നില്ല. നിങ്ങൾക്കിവിടെ വളരെയധികം ഓർമ്മയിലിരിക്കാൻ സാധിക്കും. ജോലിയോ വേലയോ ഒന്നും തന്നെ ഇല്ല. വളരെ നല്ല വായുമണ്ഡലമാണ്. പുറം ലോകത്ത് മോശമായ വായുമണ്ഡലമാണ് ഉള്ളത്. അതുകൊണ്ടാണ് സന്യാസിമാരുടെ ആശ്രമം പോലും വളരെ ദൂരസ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടേത് പരിധിയില്ലാത്ത സന്യാസമാണ്. പഴയ ലോകം ഇപ്പോൾ നശിച്ചു കഴിഞ്ഞു. ഈ ശ്മശാനം ഇപ്പോൾ വീണ്ടും സ്വർഗമായി തീരുകയാണ്. അവിടെ വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരം ഉണ്ടാവുന്നു. ഈ ലക്ഷ്മി നാരായണന്മാർ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പത്തിലെ ഈ സംഗമയുഗത്തിലാണ് വരുന്നത്. ഈ ചക്രം വീണ്ടും ആവർത്തിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാം സ്മൃതിയിലേക്ക് വന്നു കഴിഞ്ഞു. ബാബ നിങ്ങൾക്ക് എല്ലാ സ്മൃതിയും ഉണർത്തിത്തന്നു. ആദ്യം നിങ്ങളുടെ ബുദ്ധിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സ്മൃതിയുടെ ലഹരിയിൽ എപ്പോഴാണോ ഇരിക്കുന്നത്, അപ്പോൾ മറ്റുള്ളവർക്കും ഇതേ സന്തോഷത്തോടെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം സ്മൃതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗൃഹസ്ഥത്തെയും സംരക്ഷിക്കണം. ശരി, സദാ സ്മൃതിയുടെ ലഹരിയിലിരിക്കുന്ന മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി സ്മൃതിയിൽ വെച്ച് മറ്റുള്ളവർക്കും സ്മൃതി ഉണർത്തിക്കൊടുക്കണം. ജ്ഞാനാഞ്ജനം നൽകി അജ്ഞാന അന്ധകാരത്തെ ദൂരീകരിക്കണം. 2. ബ്രഹ്മബാബയ്ക്ക് സമാനം സമർപ്പണമാകുന്ന കാര്യം പൂർണമായും അനുകരിക്കണം. ശരീരം സഹിതം സർവ്വതും നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിനു മുൻപായി ജീവിച്ചിരിക്കെ മരിക്കണം. അതായത് അന്തിമ സമയത്ത് ഒന്നും തന്നെ ഓർമ്മ വരരുത്. വരദാനം: വിശേഷതകളുടെ സംസ്കാരത്തെ സ്വാഭാവിക സംസ്കാരമാക്കുകയും സാധാരണതയെ സമാപ്തമാക്കുകയും ചെയ്യുന്ന മർജീവ ആയി ഭവിക്കട്ടെ. സ്വാഭാവികമായ സ്വഭാവം എന്താണോ അത് താനെ പുറത്തു വരിക തന്നെ ചെയ്യും. അവിടെ പ്രത്യേകിച്ചൊരു ചിന്തയുടെയോ പ്രവൃത്തിയുടെയോ കാര്യം വരുന്നില്ല. സംസ്കാരം തന്റെ ജോലി താനെ ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ മർജീവ ആത്മാക്കളുടെ സ്വഭാവവും വിശേഷ ആത്മാക്കളുടെ വിശേഷതകളാൽ നിറഞ്ഞതായിരിക്കും. വിശേഷതകൾ നിറഞ്ഞ സ്വഭാവം നാച്ചുറലായി മാറുകയും ഇതെന്റെ സ്വഭാവമാണ് എന്ന് പറയുന്ന ശീലം ഓരോ ആത്മാക്കളുടെയും ഹൃദയത്തിൽ നിന്നും ഇല്ലാതാകുകയും ചെയ്യണം. സാധാരണത കഴിഞ്ഞ കാലത്തെ സ്വഭാവമാണ്, ഇപ്പോഴത്തേതല്ല. എന്തെന്നാൽ ഇപ്പോൾ നമ്മൾ പുതിയ ജന്മം എടുത്തിരിക്കുകയാണ്. അതിനാൽ പുതിയ ജന്മത്തിന്റെ സ്വഭാവം വിശേഷതകൾ നിറഞ്ഞതാണ്, സാധാരണമല്ല. സ്ലോഗൻ: റോയൽ ആയവർ സദാ രത്നങ്ങൾ കൊണ്ട് കളിക്കുന്നവരാണ്, അല്ലാതെ കല്ലുകൾ കൊണ്ട് കളിക്കുന്നവരല്ല.
ഓം ശാന്തി.